ഇന്ന് ലോകാരോഗ്യ ദിനം. ഹലോ, നമസ്കാരം. ഞാൻ ശാലിന, ഗലാറ്റിക് ലേഡീസ് ഫിറ്റ്നസ്സിലെ ട്രെയിനറാണ്. ഇന്ന് നമുക്ക് വേൾഡ് ഹെൽത്ത് ഡേ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഹെൽത്തിൻ്റെ കാര്യത്തിൽ ജിമ്മിന് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടും കൂടെയാണ് ഈ വർക്കൗട്ട് എന്ന് പറയുന്നത്. ആരോഗ്യകരമായി ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒന്നും ആവാൻ സാധിക്കില്ല. നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജിമ്മിൽ പോകുന്നത്, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ബോഡി ഹെൽത്തും ഒരേ ലെവലിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സ്മൂത്ത് ആയിട്ട് പോകത്തുള്ളൂ. അതിന് ജിമ്മിൽ നമ്മുടെ ലൈഫിൽ നല്ല ഒരു പങ്ക് വഹിക്കാൻ സാധിക്കുന്നതാണ്. മെന്റലി ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ജിമ്മിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലാണ് നമ്മൾ കൂടുതലും വർക്കൗട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ലേഡീസ്, നമ്മളൊരു കോളേജ് ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും ജോലി തിരക്കുകൾ, കുട്ടികളുടെ കാര്യങ്ങൾ, അങ്ങനെ നമ്മളെല്ലാവരും തിരക്കുള്ള ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടി ലൈഫിൽ 1 മണിക്കൂർ മാറ്റി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു ഡിസിഷനാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം വാമപ്പ് ചെയ്യാൻ മറക്കരുത്. വാമപ്പ് കമ്പൽസറി ആയിട്ടും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്യാവുള്ളൂ. ഈ വാമപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ആ വർക്കൗട്ടിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ബോഡിയിലേക്കും നമ്മൾ വർക്കൗട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അങ്ങനെ വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ടിലേക്ക് പോകാവുള്ളൂ. വർക്കൗട്ടിൽ മെയിനായിട്ടും കൺസിസ്റ്റൻസി ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ പോകുമ്പോൾ നമുക്കൊരു വെയ്റ്റ് ഗെയിൻ, വെയ്റ്റ് ലോസ്, മസിൽ ബിൽഡിങ്, ഇങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് വർക്കൗട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെയ്റ്റ് ഗെയിൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് വർക്കൗട്ട്, വെയ്റ്റ് ലോസ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു വർക്കൗട്ട്. പിന്നെ വർക്കൗട്ടിന് നമ്മുടെ ലൈഫിൽ ഒരു 20% നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഡയറ്റാണ് മെയിനായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഒരു 80% ഡയറ്റും 20% വർക്കൗട്ടും ഒരാൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അയാളുടെ ലൈഫ് സ്റ്റൈൽ മോർ ബെറ്റർ ആയിരിക്കും. പിന്നെ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുമ്പം നമ്മുടെ ബ്ലഡ് പമ്പിങ്, ഹാർട്ടിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സ്, ഇതെല്ലാം പക്ക ആയിട്ട് നടക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കോർ സ്ട്രെങ്തനിങ്, മസിൽ സ്ട്രെങ്തനിങ്, പിന്നെ മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ബോഡി മൊത്തത്തിൽ ഉള്ള രീതിയിലുള്ള വർക്കൗട്ടാണ് നമ്മുടെ ജിമ്മിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ രീതിയിൽ വർക്കൗട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിപ്പോൾ വർക്കൗട്ടിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഒരു ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ളവർ എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു രീതി, ആ രീതി ഫോളോ ചെയ്ത് ഒരു വർക്കൗട്ടുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം വർക്കൗട്ടുമായിട്ട് മുന്നോട്ട് പോയാൽ ഫിറ്റ്നസ് ഹെൽത്തും നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഇമ്പ്രൂവ് ആയിരിക്കും. അങ്ങനെ ഒരു രീതി എല്ലാവരും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക. ഇന്ന് നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി ഒരു കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ ബോഡി നമ്മളെ കെയർ ചെയ്തോളും. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്ത് ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ അത് ഓട്ടോമാറ്റിക് അങ്ങനെ ഒരു ലൈഫായിട്ട് അങ്ങ് പോയിക്കോളും. ആരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താണ്. എക്സസൈസ്, ഫുഡ്, ലൈഫ് സ്റ്റൈൽ എല്ലാം ബാലൻസ് ചെയ്താൽ നല്ലൊരു ജീവിതം നമുക്കും സ്വന്തമാക്കാം. എല്ലാവർക്കും എൻ്റെ വേൾഡ് ഹെൽത്ത് ഡേ വിഷസ്. താങ്ക് യു. ജൂൺ FM 90.8 കേൾക്കാം, പാടാം, ആഘോഷിക്കാം.